നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഞാൻ ആതിര രവീന്ദ്രൻ. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിക്സ് പാക്സ് ഫിറ്റ്നസ് സെന്റർ, എസ്റ്റിലോ ബാത്ത് ഫിറ്റിംഗ്സ്, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് കൊച്ചിൻ കലാഭവൻ, അങ്കമാലി ഫ്രാഞ്ചൈസ്. VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ മുൻപ് പറഞ്ഞതെല്ലാം വിഴുങ്ങി. മുഖ്യമന്ത്രി അല്പം അന്തസ് കാട്ടണം, ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം തീരുന്നില്ല. ഹെലികോപ്റ്ററിനെ കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രി പോയത് നിക്ഷേപകരെ കാണുവാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. ആർ സുഗതന് അനുകൂലമായ കത്തിൽ നടപടി. കത്ത് തയ്യാറാക്കിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര അരുണിമയ്ക്ക് സസ്പെൻഷൻ. കാപ്പ കേസ് പ്രതിയായ തിരുവനന്തപുരത്തെ BJP കൌൺസിലർ ആർ സുഗതന് അനുകൂലമായ കത്ത് അയച്ചതിൽ നടപടി. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. കാപ്പ കേസിൽ തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ തക്കവണ്ണം ബന്ധപ്പെട്ട ഫയലിൽ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയെന്നും അപ്രകാരം കടുത്ത ഔദ്യോഗിക വീഴ്ചയും അധികാര ദുർവിനിയോഗവും പെരുമാറ്റ ദൂഷ്യവും നടത്തിയതായും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 5 ഡാമുകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് KSEBയ്ക്ക് കീഴിലുള്ള 5 ഡാമുകളിൽ റെഡ് അലർട്ട് തുടരുന്നു. കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് മുന്നറിയിപ്പ്. ഇടുക്കിയിലെ 3 ഡാമുകളിൽ റെഡ് അലർട്ട്. കല്ലാർകുട്ടി, ലോവർ പെരിയാർ ഡാമുകളിൽ നിന്നും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇരട്ടയാറിന്റെ ഷട്ടറുകൾ തുറന്നിട്ടില്ല. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. അസമിൽ പ്രളയക്കെടുതി രൂക്ഷം. മരണസംഖ്യ 87ആയി. രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതേസമയം പ്രളയം രൂക്ഷമായ അസമിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87ആയി ഉയർന്നു. 7 ജില്ലകളിലായി 1.28 ലക്ഷം ജനങ്ങളെയാണ് ദുരന്തം ബാധിച്ചത്. നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേട് അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് ഹൈക്കോടതി. ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേട് പ്രഥമ ദൃഷ്ട്യാ ഗൌരവതരമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. സുതാര്യമായ അന്വേഷണം വേണമെന്ന് വ്യക്തമാക്കിയ കോടതി ഇതിനായി വിജിലൻസ് ഡയറക്ടർ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും നിർദ്ദേശിച്ചു. അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. അന്തിമ റിപ്പോർട്ട് കോടതി അനുമതിയോടെ സമർപ്പിക്കുവാനും നിർദ്ദേശമുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടൽ. മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എന്റെ വിദ്യാഭ്യാസ രേഖകൾ പുറത്തുവിടാം. ചക്രവർത്തി ബിരുദം കാണിക്കുമോ? പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച് അഭിജിത് ദീപ്കെ. വിദ്യാഭ്യാസ രേഖകൾ നൽകുവാൻ തയ്യാറുണ്ടോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. തന്റെ വിദ്യാഭ്യാസ രേഖകളും ലോണിന്റെ രേഖകളും നൽകാമെന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു. ഭാവി പരിപാടികൾ തീരുമാനിക്കുവാൻ കോക്രോച്ച് ജനതാ പാർട്ടി ദ്വിദിന നേതൃയോഗം ചേരും. ആറന്മുള, റാന്നി മഴക്കെടുതി ദുരന്തമേഖലകൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായ ആറന്മുളയും റാന്നിയും ഉൾപ്പെടെയുള്ള ദുരന്തബാധിത മേഖലകൾ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ മുഖ്യമന്ത്രി ആറന്മുളയിലെത്തും. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ആറന്മുളയിൽ ആശങ്കയ്ക്ക് അയവില്ല. ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ അതിവേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.